ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന സെഷൻ ഡിസൈൻ ഡ്രോയിങ് പ്രകാരം എങ്ങനെ കോളവും ബീമെല്ലാം പ്ലേസ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ഈ പ്രൊജക്റ്റിൻ്റെ ഡ്രോയിങ്ങിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെ ഗ്രിഡ് സെറ്റ് ചെയ്യാമെന്ന് പഠിച്ചായിരുന്നു അല്ലേ? ഇനി നമ്മൾ ആ ഡ്രോയിങ്ങിനെ ബേസ് ചെയ്തിട്ട് ആ ഡ്രോയിങ്ങിന് വരുന്ന കോളവും ബീമും എങ്ങനെ നമ്മളൊരു പ്രൊഫഷണൽ ഒരു പ്രൊജക്റ്റ് സെറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ആ ഒരു ലൈവ് സെഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇത് ടെക്നിൽ നമ്മൾ ഗ്രിഡ് സെറ്റ് ചെയ്തെല്ലാം ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യൂ ലിസ്റ്റൊക്കെ ജനറേറ്റ് ചെയ്തു. XY ആക്സിസ് നമ്മളെല്ലാം എടുത്തായിരുന്നു, ഇവിടെ കൊടുത്തു ഡിസൈൻ ഡ്രോയിങ് പ്രകാരം. ഇതായിരുന്നു നമ്മളുടെ പ്രൊജക്റ്റിൻ്റെ ഡ്രോയിങ്സ്, മെയിൻ ഡ്രോയിങ്, കണക്ഷൻ ഡിസൈൻ, സെക്കൻഡ് ഷീറ്റ്. അപ്പോൾ ഇനി നമുക്ക് കോളം പ്ലേസ് ചെയ്യണം. അപ്പോൾ ഇവിടെ എങ്ങനെ, അപ്പോൾ കോളം നമുക്ക് ആദ്യം പ്ലാൻ വ്യൂവിലാണ് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ എലിവേഷനിൽ കിട്ടും. അപ്പോൾ ഇവിടെ പ്ലാൻ വ്യൂവിൽ ഇവർ തന്നേക്കുന്നത് സെക്ഷൻ വൈസാണ്. രണ്ട് രീതിയിൽ തരും. ഇപ്പോൾ സെക്ഷനിൽ ഇൻഡസ്ട്രിയൽ ജോബൊക്കെ ആയതുകൊണ്ട് സെക്ഷനായിട്ട് ഇവിടെ സെക്ഷൻ എ എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത്, സെക്ഷൻ എ എവിടെ നിന്ന് എടുത്തേക്കുന്നത്? ഇവിടെ നോക്കിയാൽ എലിവേഷനിൽ നിന്നിട്ടാണ് ഇവർ സെക്ഷൻ കട്ട് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സെക്ഷൻ എ, സെക്ഷൻ ബി, ഓരോ ഫ്ലോർ. സെക്ഷൻ എ എന്ന് പറയുമ്പോൾ 8.625 ലെവലാണ്, സെക്ഷൻ ബി എന്ന് പറയുമ്പോൾ 10.625, പിന്നെ അങ്ങനെ ഓരോ ലെവലാണ് സെക്ഷൻ വൈസ് എടുത്തേക്കുന്നത്. പക്ഷേ ചില പ്രൊജക്റ്റുകളും മിക്ക കൊമേഴ്ഷ്യൽ ജോബുകളിലൊക്കെ വരാൻ പോകുന്നത് ഓരോ ലെവൽ തരും. ഇപ്പോൾ ഇവിടെ ഈ പ്ലാനിൽ തന്നേക്കുന്ന സെക്ഷൻ എ ബേസ് പ്ലേറ്റ് പ്ലാനിന് പകരം പ്ലാൻ അറ്റ് EL 8.625, പ്ലാൻ അറ്റ് 10.625, അങ്ങനെ ആയിരിക്കും അവർ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഗ്രിഡ് കോളം സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ സെക്ഷൻ എ ബേസ് പ്ലേറ്റിൻ്റെ പ്ലാനിലാണ് കോളത്തിൻ്റെ ഓറിയൻറ്റേഷനും പ്രൊഫൈലും എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ പ്ലാൻ എടുത്ത് വെച്ചു. ടെക്ലയിൽ നമുക്ക് അതേപോലെ വ്യൂ എടുത്ത് വെക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു 3D വ്യൂ ആണ് എടുത്തേക്കുന്നത്. ഞാനിപ്പോൾ തൽക്കാലം കോളം പ്ലേസ് ചെയ്യുന്ന 3D വ്യൂ അല്ല. നമുക്ക് വേണമെങ്കിൽ 8.625 പ്ലാൻ ഓപ്പൺ ചെയ്തിട്ട് വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ കോളം മാത്രം ഇപ്പോൾ 3D വ്യൂവിൽ ഞാൻ പ്ലേസ് ചെയ്യുന്നത് തൽക്കാലം. അപ്പോൾ കോളം പ്ലേസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് ഡിസൈൻ ഡ്രോയിങ്ങിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഗ്രിഡ് 1ഉം 2ഉം മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിൽ നമുക്കൊരു കോളം ടെക്ലയിൽ പ്ലേസ് ചെയ്യാം. അപ്പോൾ അത് ഞാൻ ടെക്ലയിൽ എടുത്തു. ഗ്രിഡ് 1ഉം 2ഉം മീറ്റ് ചെയ്യുന്ന ആ ലൊക്കേഷനിൽ ഇവിടെ കോളം എന്ന് പറഞ്ഞൊരു ഐക്കൺ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് കാണാം കോളം. ഈ ഐക്കൺ നമ്മൾ സെലക്ട് ചെയ്തു. എപ്പോഴും ബോട്ടം ലെഫ്റ്റ് നോക്കണമെന്ന് പറഞ്ഞു. ബോട്ടം ലെഫ്റ്റിൽ അവർ പറയുന്നുണ്ട് പിക്ക് എ പോയിന്റ് ടു ക്രിയേറ്റ് കോളം. അപ്പോൾ ഇവിടെ പിക്ക് ചെയ്തു. അപ്പോൾ ഒരു കോളം ജനറേറ്റ് ആയി വന്നു. ഇനി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർട്ടി വരും. ആ പ്രോപ്പർട്ടിയിൽ നെയിം എന്ന് വെച്ചാൽ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഓരോ മെമ്പേഴ്സും, അതായത് ഇപ്പോൾ സ്റ്റീൽ ഇൻഡസ്ട്രീസിന് ഓരോന്നിനും ഓരോ നെയിംസ് ഉണ്ട്. കോളം, ബീം, ഹൊറിസോണ്ടൽ ബ്രേസ്, വെർട്ടിക്കൽ ബ്രേസ്, റാഫ്റ്റർ, പർലിൻ, ഗേർട്ട്, സാഗ്രോഡ്, ഇങ്ങനെ ഒരുപാട് നെയിംസുകൾ വരുന്നുണ്ട്. ഈ നെയിംസാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. നമുക്ക് ആകെ കോളവും ബീം എന്ന് പറഞ്ഞ ഐക്കൺ മാത്രമേ ഇവിടെ ഉണ്ടാകത്തുള്ളൂ. നമുക്ക് ആകെ വരുന്നത് കോളവും ബീം. സ്റ്റീലിൽ പോയി കഴിഞ്ഞാൽ കോളവും ബീമും മാത്രമുള്ള ഐക്കൺസേ നമുക്ക് വരത്തുള്ളൂ. ബാക്കി ബീമിന് എടുത്തിട്ടാണ്, ബീം എന്ന് പറഞ്ഞ ഐക്കൺ എടുത്തിട്ടാണ് ബാക്കി മെമ്പേഴ്സ് അപ്പാർട്ട് ഓഫ് ബീം, ദാറ്റ് മീൻസ് ബ്രേസിങ്സ്, ഹൊറിസോണ്ടൽ ബ്രേസ്, വെർട്ടിക്കൽ ബ്രേസ്, റാഫ്റ്റർ, പർലിൻസ് ഒക്കെ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ ബീം എന്ന് പറഞ്ഞ ഐക്കൺ എടുത്താൽ അപ്പോഴാണ് നമുക്ക് ആ നെയിമൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ മിക്ക സ്ഥലത്തും മിക്ക കൺട്രീസിലായാലും കോളത്തിന് കോളം എന്ന് പറഞ്ഞ നെയിം കൊടുക്കുള്ളൂ, ബീമിന് ബീം എന്ന് തന്നെ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാനൊന്നുമില്ല. ഈ സെയിം നെയിം നമ്മൾ ഇങ്ങനെ തന്നെ കൊടുത്തു. ഇനി പ്രൊഫൈൽ നോക്കുന്ന ഉപയോഗിക്കുന്ന സെക്ഷൻ സൈസ്, അത് ഡിസൈൻ ഡ്രോയിങ് നോക്കി നമ്മൾ എടുക്കേണ്ടി വരും. സെക്ഷൻ സൈസ് ഇപ്പോൾ തന്നേക്കുന്നത് UC 254 ആണ്. നമ്മൾ പ്രൊജക്റ്റിൻ്റെ ഡ്രോയിങ്ങിൽ റെഫർ ചെയ്യണം. അപ്പോൾ പ്ലാൻ ഡ്രോയിങ് നോക്കിയാൽ ഈ പ്ലാനിൽ എവിടെയും അവർ മെൻഷൻ ചെയ്തിട്ടില്ല പ്രൊഫൈൽ ഏത് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ഇനി എന്ത് ചെയ്യാം, നമുക്ക് എലിവേഷനിൽ പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ എലിവേഷൻ ഏതാ എടുക്കേണ്ടത്? ഇപ്പോൾ ഈ ഒരു കോളത്തിൻ്റെ ആണ് നമുക്ക് നോക്കേണ്ടതെങ്കിൽ ഈ കോളം കിടക്കുന്നത് ഗ്രിഡ് 1ലോ ഗ്രിഡ് 2ലൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ഗ്രിഡ് 204, ഇത് കണ്ടോ, ഇത് എലിവേഷൻ 24, ഗ്രിഡ് 24ൻ്റെ എലിവേഷനാണ്. ഇപ്പുറത്ത് കാണുന്നത് ഗ്രിഡ് 1ഉം 3ൻ്റെ എലിവേഷനാണ്. നമുക്കിപ്പോൾ ഈ എലിവേഷൻ ഗ്രിഡ് 2-4 നോക്കാം. ഇതാണ് കോളം. ഈ കോളത്തിൽ അവർ മാർക്ക് ചെയ്തിട്ടുണ്ട് UC 152.23. TYP എന്ന് വെച്ചാൽ ടിപ്പിക്കൽ, അതായത് ഈ കോളം സെയിം ആണെന്നാണ്. അത് ഈ പ്രൊജക്റ്റിൽ കൊടുത്തേക്കുന്ന കോളംസ് എല്ലാം സെയിം ആണ് പ്ലാനിൽ പ്രകാരമുള്ള. അപ്പോൾ നമുക്കിനി അത് UC 150 മാറ്റണം. നമ്മൾ ടെക്ലയിൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ടൈപ്പ് ചെയ്ത് നമ്മൾ കൊടുക്കരുത്. കാരണം കറക്റ്റ് ഫോർമാറ്റ് കിട്ടില്ലെങ്കിൽ പ്രൊഫൈൽ മാച്ചായി വരത്തില്ല അവിടെ. അപ്പോൾ നമ്മൾ പ്രൊഫൈൽ കാറ്റലോഗിൽ പോയിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ പ്രൊഫൈൽ കാറ്റലോഗിൽ എങ്ങനെ സോർട്ട് ചെയ്യാമെന്ന് വെച്ചാൽ ഇതൊരു ഐ സെക്ഷനാണ് നമ്മൾ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു ഐ സെക്ഷനാണ് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഐ പ്രൊഫൈലിൽ പോവാം. ഐ പ്രൊഫൈലിൽ നമുക്ക് UC ആണ് വേണ്ടത്. അവർ UC 152/150/23 അതാണ് സൈസ് പറഞ്ഞത്. അപ്പോൾ UC എടുത്തു. UCയിൽ 152ൽ പോയി ആ പ്രൊഫൈൽ കിടക്കുന്നുണ്ട്. അതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ചെക്ക് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രൊഫൈലിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഇവിടെ റൈറ്റ് സൈഡിൽ കാണിക്കും. അപ്പോൾ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ അപ്ലൈ ഓക്കെ ചെയ്താൽ നേരെ ഇവിടെ വന്നു. എന്നിട്ട്
മോഡിഫൈ ചെയ്യുക. മോഡിഫൈ ചെയ്താലേ എഫക്റ്റ് ആവത്തുള്ളൂ. മോഡിഫൈ. അപ്പോൾ ഇത് UC152 ആയിട്ട് ചേഞ്ച് ആയി. ഇനി അതിൻ്റെ താഴെ മെറ്റീരിയൽ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. മെറ്റീരിയൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സ്റ്റീൽ പർച്ചേസ് ചെയ്യാൻ ചെല്ലുമ്പോൾ അവർ ഏത് ഗ്രേഡിൻ്റെ അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ വേണമെന്ന് ചോദിക്കും. കാരണം ആ മെറ്റീരിയലിനനുസരിച്ച് ഈ സ്റ്റീലിൻ്റെ വെയ്റ്റും സ്ട്രെങ്ത് എല്ലാം മാറും. ആ ഡാറ്റ എല്ലാം ഡിസൈനേഴ്സ് നമുക്ക് തരേണ്ടതാണ്. അതായത് നമുക്ക് കിട്ടിയ ക്ലയൻറ്റിൻ്റെ ഡ്രോയിങ്ങിൽ അവർ മെൻഷൻ ചെയ്യും. ഒന്നിൽ ജനറൽ നോട്ട്സിൽ മെൻഷൻ ചെയ്യും, ഇല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും അതൊരു ഷീറ്റ് ഉണ്ട്, അതിനകത്ത് മെൻഷൻ ചെയ്യും ഈ ഐ സെക്ഷൻ, ചാനൽ, ആംഗിൾ, ഹോളോ സെക്ഷൻ, പ്ലേറ്റ്, ബോൾട്ട്, ഇതിനൊക്കെ വരുന്ന മെറ്റീരിയൽ ഏതാണെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടോ. പക്ഷേ ഈ പ്രൊജക്റ്റിൽ നമുക്കിപ്പോൾ ആ ഡാറ്റ മിസ്സിങ് ആയതുകൊണ്ട് നമുക്ക് തൽക്കാലം ത്രൂ ഔട്ട് ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എല്ലാ സ്റ്റീൽ സെക്ഷൻസിനും S275 പ്ലേറ്റ് ആയിക്കോട്ടെ, ഐ സെക്ഷൻ ആയിക്കോട്ടെ, ചാനൽ ആയിക്കോട്ടെ, ആംഗിൾ ആയിക്കോട്ടെ, ഏത് സ്റ്റീൽ സെക്ഷൻസ് പ്ലേസ് ചെയ്താലും നമുക്ക് S275 തന്നെ നമുക്ക് ഫോളോ ചെയ്യാം. നമുക്കിപ്പോൾ മെറ്റീരിയൽ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ മെറ്റീരിയൽ കാറ്റലോഗിൽ പോയിട്ട് നമുക്ക് ഏത് മെറ്റീരിയൽ വേണ്ടതെന്ന് വെച്ചാൽ അത് സോർട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കളറാണത്. അത് മോഡലിംഗ് ചെയ്യുമ്പോൾ തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് മോഡൽ ചെയ്യുമ്പോൾ ഡിഫറൻ്റ് ആയിട്ട് കോളത്തിനൊരു കളർ, ബീമിനൊരു കളർ, ബ്രേസിങ്സിന് വേറൊരു കളർ, അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. ഡിഫോൾട്ട് ഏത് കളർ വരുന്നോ അത് തന്നെ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ. പിന്നെ ഓരോ കമ്പനിക്ക് അനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ചിലപ്പോൾ അവരൊരു കളർ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അത് തന്നെ കൊടുത്ത് പോകേണ്ടി വരും. ഓക്കെ. ഇനി അടുത്താണ് നമ്പറിങ് സീരീസ്. നമ്മൾ നേരത്തെ ഏറ്റവും അധികം നമ്മൾ പറഞ്ഞായിരുന്നു ഈ സ്റ്റീൽ ഡീറ്റെയിലിംഗ് നടക്കുന്ന എങ്ങനെ വെച്ചാൽ ഫാബ്രിക്കേഷൻ ഷോപ്പിൽ കട്ടിങ്ങും വെൽഡിങ്ങും എല്ലാം ഫാബ്രിക്കേഷൻ ഷോപ്പിൽ, സൈറ്റിൽ ഇതെല്ലാം കൂടി കൊണ്ടുവരുമ്പോൾ നമുക്ക് പരസ്പരം ബോൾട്ടിങ് ചെയ്യാനുള്ള പാകത്തിന് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓരോ പീസ് കട്ട് ചെയ്യുന്നതിന് നമ്മൾ ഡ്രോയിങ് കൊടുക്കണം. അതിന് പാർട്ട് ഡ്രോയിങ് എന്ന് പറയും. അപ്പോൾ പാർട്ട് ഡ്രോയിങ് എന്ന് പറയുമ്പോൾ വെറുതെ 1, 2, 3 എന്ന് കൊടുക്കാൻ പറ്റില്ല. ഓരോ പ്രിഫിക്സ് വെച്ച് കൊടുക്കും, കാറ്റഗറൈസ് ചെയ്യും. ഇപ്പോൾ പ്ലേറ്റുകൾക്കാണെങ്കിൽ PL1, PL2, PL3 അങ്ങനെ ഓരോ ഡ്രോയിങ്സ് കൊടുക്കും. അതിനനുസരിച്ച് അവർ കട്ട് ചെയ്ത് വെക്കും. ഐ സെക്ഷനൊക്കെ ആണെങ്കിൽ M1, M2, M3 എന്നൊക്കെ പറഞ്ഞ് കൊടുക്കും. അപ്പോൾ ആ പ്രിഫിക്സ് കൊടുക്കേണ്ടതാണ് ഇവിടെ. ഇനി അസംബ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പീസ് ഓരോന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് നെക്സ്റ്റ് ഇവർക്ക് വെൽഡ് ചെയ്യണം. ഇപ്പോൾ നമ്മളുടെ ഈ ഡിസൈൻ ഡ്രോയിങ് തന്നെ നോക്കിയാൽ ഇപ്പോൾ ഇവിടെ ഈ ഒരു ഐ സെക്ഷൻ നമ്മൾ ഇതിനെ M1 എന്ന് പേര് കൊടുത്തു. അപ്പോൾ M1 എന്ന് പറഞ്ഞാൽ ഇത്രയും ലെങ്ത്തിൽ അവരൊരു ഐ സെക്ഷൻ കട്ട് ചെയ്ത് വെച്ചു. പാർട്ട് ഡ്രോയിങ്. ഈ കാണുന്ന താഴത്തെ ബേസ് പ്ലേറ്റ് നമ്മൾ PL1 ഇല്ലെങ്കിൽ BP1 എന്ന് എത്ര പ്രിഫിക്സ് കൊടുക്കുന്ന നമ്മളത് പ്രകാരം അവർ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഈ കാണുന്ന ഗസറ്റ് പ്ലേറ്റിന് PL2 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആ ഗസറ്റ് പ്ലേറ്റ് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഈ കോളം ബീം നമ്മൾ കണക്ഷന് നമ്മൾ PL3 എന്ന് കൊടുത്തു, അതും കട്ട് ചെയ്തു. അങ്ങനെ ഓരോ പീസും കട്ട് ചെയ്ത് വെക്കുന്ന പാർട്ട് ഡ്രോയിങ്, അതിന് കൊടുക്കുന്ന പ്രിഫിക്സിൻ്റെ കോളമാണ് നമ്മൾ കണ്ടത്. നെക്സ്റ്റ് അസംബ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം കൂടി വെൽഡ് ചെയ്യണം. നമുക്ക് സൈറ്റിൽ ബോൾട്ടിങ് ചെയ്യണം. അപ്പോൾ ആ ചെയ്യുന്ന പാകത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലേറ്റുകളെല്ലാം ഈ കോളത്തിൽ വെൽഡ് ചെയ്ത് വെക്കണം. അങ്ങനെ വെൽഡ് ചെയ്ത് വെക്കുന്ന ഡ്രോയിങ്സിനാണ് അസംബ്ലി ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മളിങ്ങനെ ഒരു ഡ്രോയിങ് കൊടുക്കും. ഇവിടെ PL1 എന്നോ എത്രയും നമ്മൾ കൊടുത്തതെന്ന് വെച്ചാൽ PL1 എന്ന് വരും. അപ്പോൾ PL1 നമ്മൾ സെക്ഷനൊക്കെ കട്ട് ചെയ്ത് കാണിക്കുക. അവർ അതേപോലെ കൊണ്ടുവന്ന് ആ പ്ലേറ്റ് കൊണ്ടുവന്ന് വെച്ച് ഈ ഐ സെക്ഷനിൽ M1 എന്ന് കൊടുക്കും, ഈ അടിയിൽ ഈ പ്ലേറ്റ് കൊണ്ടുവന്ന് വെച്ച് വെൽഡ് ചെയ്യും. ഇവിടെ നിന്ന് ഈ താഴെ നിന്ന് ഇത്ര ഡിസ്റ്റൻസിൽ PL2 എന്ന് കൊടുക്കും. അപ്പോൾ PL2 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും പാർട്ട് ഡ്രോയിങ് പ്രകാരം. അവർ ഈ കോളത്തിൽ കൊണ്ടുവന്ന് വെച്ച് വെൽഡ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത പ്ലേറ്റ് ഇങ്ങനെ ഓരോന്നും ചുറ്റിനും വരുന്ന എല്ലാ ഈ ഒരു ഐ സെക്ഷനിൽ എന്തൊക്കെ വെൽഡ് ചെയ്തിരിക്കുന്നുണ്ട് അത് കംപ്ലീറ്റ് അവർ വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്ത് സൈറ്റുകാർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന നമ്പറാണ് അസംബ്ലി നമ്പർ. അപ്പോൾ ഇത് ഫുൾ ഇത് കോളം ആയതുകൊണ്ട് നമ്മൾ C1, ഈ കോളം ഡിഫറൻ്റ് ആണെങ്കിൽ C2, ബീമിന് B1, അടുത്ത B2, അങ്ങനെയാണ് നമ്മൾ ഓരോ നമ്പറിങ് കൊടുക്കുന്നത്. എന്നിട്ട് സൈറ്റിൽ നമ്മൾ കൊടുക്കുന്ന സൈറ്റുകാർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഡ്രോയിങ് ആണ് ഇതേപോലെ പ്ലാനും എലിവേഷനും. പക്ഷേ ഇപ്പോൾ ഈ ഡിസൈൻ ഡ്രോയിങ്ങിൽ തന്നേക്കുന്ന പ്ലാനിൽ ഒന്നും തന്നിട്ടില്ല, പ്രൊഫൈൽ മാത്രമേ ഇവിടെയൊക്കെ കാണിച്ചിട്ടുള്ളൂ. നമ്മൾ പകരം എന്ത് കൊടുക്കും? ഇപ്പോൾ ഈ കോളം C1 ആണെങ്കിൽ ഇവിടെ C1, C2, C3, C4 അങ്ങനെ മെൻഷൻ ചെയ്യും. അപ്പോൾ സൈറ്റുകാർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി അത് ക്ലിയർ ആക്കി, ഇതാണ് ഒരു കോളത്തിന് നമ്മൾ കൊടുക്കുന്ന ഡ്രോയിങ്. അപ്പോൾ ഈ ഡ്രോയിങ്ങിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാണ് ആ കോളത്തിൻ്റെ സെക്ഷൻ വന്നേക്കുന്നത്. ഇവിടെ ബേസ് പ്ലേറ്റ്, ഇവിടെ ഓരോ നമ്പർ വന്നിട്ടുണ്ട്, PL18, ഈ ഡിസ്റ്റൻസിൽ അടുത്ത പ്ലേറ്റ്. അപ്പോൾ ഈ PL22, ഈ പ്ലേറ്റൊക്കെ എങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്യാമെന്നുള്ള ഡ്രോയിങ്സ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ ഡ്രോയിങ്സ്, ഓരോ പ്ലേറ്റ് എങ്ങനെ കട്ട് ചെയ്യാമെന്നുള്ള പാർട്ട് ഡ്രോയിങ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സെപ്പറേറ്റ് ഡ്രോയിങ്സ് ആണെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രിഫിക്സ് ആണ് ഇവിടെ കൊടുത്തത്. ഇത് ഫുൾ വെൽഡ് ചെയ്ത് കഴിയുമ്പോൾ കൊടുക്കുന്ന നെയിമാണ് നമ്മൾ C1, C2 എന്നൊക്കെ നമ്മൾ രീതിയിൽ ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ട് നമ്പർ C4, 1 കോളം മാർക്ക് C4. ഇങ്ങനെയാണ് സൈറ്റിലോട്ടേക്ക് ഇത് വെൽഡ് ചെയ്ത് ഇങ്ങനെ ഫുൾ വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്ത് സൈറ്റിലോട്ട് കയറി പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം നമുക്ക് ഈ ഒരു പ്രോജക്റ്റിൽ ഇതെല്ലാം ഓരോ കമ്പനി ഡിപ്പെൻസ് ആണ്, ഓരോ ക്ലയൻറ്റ് അല്ലെങ്കിൽ കമ്പനി ഡിപ്പെൻസ് ആണ് ഓരോ പ്രിഫിക്സ് ഒക്കെ ഏത് കൊടുക്കണമെന്നുള്ളത്. ഇപ്പോൾ നമുക്ക് തൽക്കാലം ഡിഫോൾട്ട് നമ്മൾ M എന്ന് പറഞ്ഞ പ്രിഫിക്സ് ഫോളോ ചെയ്തു, കോളത്തിന് അസംബ്ലി പ്രിഫിക്സ് C എന്ന് പറഞ്ഞ് ഫോളോ ചെയ്തു. ഇനി അടുത്ത നമ്പർ കൊടുക്കണ്ടേ ഓരോന്നിനും? ഇവിടെ കൊടുത്തേക്കുന്ന എന്താ സ്റ്റാർട്ട് നമ്പർ എന്ന് വരുന്നത്. നമ്മൾ ടെക്ലയിൽ നമ്മളായിട്ട് ഓരോ നമ്പർ കൊടുക്കണ്ട. ഇപ്പോൾ സപ്പോസ് ഈ കോളം 1 വരാം, അടുത്ത കോളം
2 ആയിരിക്കും വരേണ്ടത്. പക്ഷെ നമ്മളായിട്ട് 2 എന്നിട്ട് കൊടുക്കണം. കാരണം ആ പാർട്ടെല്ലാം സോഫ്റ്റ്വെയർ ചെയ്തോളൂ. നമ്പറിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നമ്മൾ ചെയ്യും. മെമ്പർ പ്ലേസ്മെൻറ്റും കണക്ഷൻ എല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമ്പറിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ചെയ്യുമ്പോൾ സോഫ്റ്റ്വെയർ കംപ്ലീറ്റ് നമ്പേഴ്സ് അസൈൻ ചെയ്തെടുത്തോളൂ. ഇപ്പോൾ ഏത് പ്രിഫിക്സ് കൊടുക്കുന്നോ സ്റ്റാർട്ട് നമ്പർ നമ്മൾ 1 എന്ന് കൊടുക്കത്തുള്ളൂ. ഇപ്പോൾ അടുത്ത കോളം വെച്ചാലും 1, അടുത്ത ഒരു ബീം വെച്ചാൽ 1, അടുത്ത ബീം ഡിഫറെൻറ്റ് സൈസിൽ ബീമായാലും ഏത് ബീമാണ് ആയിക്കോട്ടെ നമ്മൾ 1 എന്ന് പറഞ്ഞ സ്റ്റാർട്ട് നമ്പർ. അപ്പോൾ ഈ നമ്പർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും, സോഫ്റ്റ്വെയർ അസൈൻ ചെയ്യും. C1 C2 C3 അങ്ങനെ അസൈൻ ചെയ്യും. സെയിം ആയിട്ട് വരുന്നുണ്ടെങ്കിൽ സെയിം നമ്പർ കൊടുക്കും. അപ്പോൾ നമ്മൾ പാർട്ട് പ്രിഫിക്സിൽ അസംബ്ലി പ്രിഫിക്സ് ഇവിടെ നമ്പർ നമ്മൾ സ്റ്റാർട്ട് നമ്പർ 1 എന്ന് തന്നെ കൊടുത്തു. ഇനി പൊസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കോളത്തിന് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനും അങ്ങ് മുന്നോട്ടും പുറകോട്ടൊക്കെ നീക്കാനായിട്ടാണ്. അതിൻ്റെ റൊട്ടേഷൻ ഓറിയൻറ്റേഷന് വേണ്ടിയാണ്. ഇപ്പോൾ ഇത് 3 ഓപ്ഷൻ ഉണ്ട്: വെർട്ടിക്കൽ, റൊട്ടേഷൻ, ഹൊറിസോണ്ടൽ. ഇപ്പോൾ ഏറ്റവും അധികം മിഡിൽ നിന്ന് നടക്കുന്ന ഇതിനെല്ലാം നമ്മൾ വർക്കിംഗ് പോയിന്റിന് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഈ പോയിന്റിനെയാണ് വർക്കിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ വർക്കിംഗ് പോയിന്റ് മിഡിൽ കിടക്കുന്നത്, അതായത് ആദ്യത്തെ ഓപ്ഷൻ മിഡിൽ. അത് നമ്മൾ ഡൗൺ എന്ന് പറഞ്ഞ് നോക്കി മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കോളം താഴോട്ട് വന്നു. നമ്മൾ അപ്പ് എന്ന് പറഞ്ഞ് നോക്കി കഴിഞ്ഞാൽ മേളോട്ട് പോകും. സപ്പോസ് ചില ഡ്രോയിങ്ങിൽ കോളം ഗ്രിഡിൽ നിന്നും ഈ ഗ്രിഡ് ലൈനിൽ നിന്നും ഒരു 25 അത്ര ഡിസ്റ്റൻസ് ചിലപ്പോൾ മാറി നിൽക്കുന്ന കാണിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ഡിസ്റ്റൻസ് കൊടുക്കാം. മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 25 mm മേളിലോട്ട് പോയി. -25 എടുത്തു കഴിഞ്ഞാൽ താഴോട്ട് വരും. ഓക്കെ. ഇനി അടുത്തത് റൊട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കോളത്തിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് 90 ഡിഗ്രി അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ റൊട്ടേഷൻ കൊടുക്കുന്നത്. അടുത്ത ഹൊറിസോണ്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മിഡിൽ കിടക്കുന്നത് ലെഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കോളം ലെഫ്റ്റിലോട്ട് പോകും, റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റിലോട്ട് പോകും. ഓക്കെ. അപ്പോൾ ഇതാണ് പൊസിഷനിൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ ഡിസൈൻ ഡ്രോയിങ് നോക്കണം. ഡിസൈൻ ഡ്രോയിങ്ങിൽ കോളത്തിൻ്റെ റൊട്ടേഷൻ, കോളം പ്ലേസ് ചെയ്തിരുന്നത് കറക്റ്റാണ്, പക്ഷേ റൊട്ടേഷൻ തെറ്റാണ്. ഇത് ഫ്ലാഞ്ച് എന്ന് പറയും. ഫ്ലാഞ്ച് മേളിൽ വേണം വരാനായിട്ട്. അപ്പോൾ നമ്മൾ ടെക്ലയിൽ ഫ്ലാഞ്ച് ഇപ്പോൾ കിടക്കുന്ന ലെഫ്റ്റ് സൈഡാണ്, അത് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് റൊട്ടേഷനിൽ ടോപ്പ് എന്നുള്ളത് അടുത്തൊരു ഓപ്ഷൻ കൊടുക്കുക. ഇപ്പോൾ ഫ്രണ്ട് കൊടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല, മോഡിഫൈ ചെയ്യാം. ഇപ്പോൾ റൊട്ടേറ്റ് ആയതുകൊണ്ടോ. അപ്പോൾ നമ്മൾ ഡിസൈൻ പ്രകാരം പ്ലാൻ വ്യൂവിൽ നമ്മൾ കറക്റ്റ് ആക്കി നമ്മൾ പ്ലേസ് ചെയ്തു കോളം കറക്റ്റായി. ഇപ്പോൾ ഗ്രിഡിലേക്ക് വന്ന് ഈ ജോയിൻറ്റിൽ റൊട്ടേഷൻ എല്ലാം കറക്റ്റായി. ഇനി എലിവേഷൻ എടുത്തിട്ട് ഹൈറ്റ് നമ്മൾ ഫിക്സ് ചെയ്യണം കോളത്തിൻ്റെ. അപ്പോൾ നമുക്ക് എലിവേഷൻ എടുക്കാനായിട്ട് നമുക്ക് ഈ കോളം കിടക്കുന്നത് ഗ്രിഡ് 1 2 ഇതിലേതെങ്കിലും എലിവേഷൻ എടുക്കാം. ഞാനിപ്പോൾ ഗ്രിഡ് 1ൻ്റെ എലിവേഷൻ എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഗ്രിഡ് 2ഉം 4ഉം ആണ്. നമുക്ക് ഗ്രിഡ് 1 എടുത്തു. ഗ്രിഡ് 1ൻ്റെ എലിവേഷൻ. ഇപ്പോൾ ഗ്രിഡ് 1ൻ്റെ എലിവേഷൻ പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ ഗ്രിഡ് 1ൻ്റെ എലിവേഷൻ നോക്കിയാൽ കോളത്തിൻ്റെ ബോട്ടം ലെവൽ വരുന്നത് ഇവിടെ എഴുതിയിരിക്കുന്ന അണ്ടർ സൈഡ് ഓഫ് ബേസ് പ്ലേറ്റ്. അപ്പോൾ അണ്ടർ സൈഡ് ഓഫ് ബേസ് പ്ലേറ്റ് എന്ന് പറഞ്ഞ ലെവൽ 8.625 ആണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ കോളത്തിൻ്റെ ബോട്ടം വരുന്നത് 8.625. ഇനി അതിൻ്റെ ടോപ്പ് ലെവൽ വരുന്നത് 14.165. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇവിടെ വെച്ചു. ഓക്കെ. അപ്പോൾ ഇവിടെ 8.625, ഏറ്റവും ടോപ്പ് വരുന്നത് 14.165. അപ്പോൾ ഇതേപോലെ ടെക്ലയിൽ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ടെക്ല സ്ട്രക്ചേഴ്സിൽ ഗ്രിഡ് 1ൻ്റെ എലിവേഷൻ നമുക്ക് എടുക്കണം. നമ്മൾ ഡിസൈൻ ഡ്രോയിങ്ങിൽ ഏത് വ്യൂ ആണ് എടുത്താൽ അതേ റെസ്പെക്റ്റീവ് വ്യൂ തന്നെ ടെക്ലയിൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ Ctrl+I പ്രസ് ചെയ്ത് വ്യൂ ലിസ്റ്റ് എടുത്തു, ഗ്രിഡ് 1 ഓപ്പൺ ചെയ്തു. ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് വ്യൂസ് ആണ്, 3D അല്ല. ഇപ്പോൾ ഇത് കണ്ടു ഏറ്റവും മേളിൽ നിങ്ങൾക്ക് കാണാം ഗ്രിഡ് 1 നമ്മൾ ഓപ്പൺ ചെയ്യുന്ന വ്യൂസ്. ഇവിടെ വിൻഡോയിൽ പോയി കഴിഞ്ഞാൽ 3D ഉണ്ടാവും. ആദ്യത്തെ നമ്മൾ പ്ലേസ് ചെയ്ത് 3D വ്യൂവിലാണ്. ഇപ്പോൾ നമ്മൾ ഗ്രിഡ് 1 വന്നു. 3D ഒഴിച്ച് ബാക്കി എല്ലാ വ്യൂസും 2D ആയിട്ട് ലൈൻ ഡയഗ്രായിട്ട് വേണം കാണാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഡിസൈൻ ഡ്രോയിങ്ങിലെല്ലാം ലൈൻസ് ആയിട്ട് കണ്ടത് നമ്മൾ അതേ റെസ്പെക്റ്റീവ് വ്യൂസിൽ വേണം വർക്ക് ചെയ്യാനായിട്ട്. എന്നാലും കാരണം ഇതിപ്പോൾ സോളിഡ് ആയിട്ടായിരിക്കുന്നത്. ഓക്കെ. നമുക്ക് ഉള്ളിലത്തെ ലൈൻസ് ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയല്ല വർക്ക് ചെയ്യേണ്ടത്. നമുക്ക് ലൈൻസ് ആയിട്ട് കാണാം. എന്നാലേ ഉള്ളിലോട്ടുള്ള റെപ്രസെൻറ്റേഷൻ നമുക്ക് എങ്ങനെ ബീം ഉള്ളിലോട്ട് വെക്കാം, ഇത് വന്ന് എവിടെയാണ് മുട്ടിയിരിക്കുന്നത്, അങ്ങനത്തെ ഒരു റെപ്രസെൻറ്റേഷൻ എല്ലാം കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനൊരു മെത്തേഡുണ്ട്. Ctrl+1 വയർ ഫ്രെയിം. Ctrl+1 വയർ ഫ്രെയിം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഉള്ളിലത്തെ ലൈൻസ് എല്ലാം കണ്ടോ. വെബിൻ്റെ തിക്നെസ് വെബ് കാണത്തില്ല, അതുകൊണ്ട് വെബ് ഡോട്ടഡ് ലൈനിൽ വന്നേക്കുന്നു. Ctrl+2 ഷെയ്ഡഡ് വയർ ഫ്രെയിം. ചെറിയൊരു ഷെയ്ഡ് പോലെ കാണാൻ പറ്റും. Ctrl+4 ബാക്ക് ടു സോളിഡ്. Ctrl+4 ആണ് 3D വ്യൂവിൽ വർക്ക് ചെയ്യുമ്പോൾ ഇടുന്ന റെപ്രസെൻറ്റേഷൻ. ബാക്കി എല്ലാ ഗ്രിഡ് വ്യൂസും Ctrl+1ലോ 2ലോ ഇടണം. ഞാൻ എന്തായാലും 1ലിട്ട് വർക്ക് ചെയ്യുക. ഇനി ഏത് മെമ്പർ പ്ലേസ് ചെയ്താലും നമ്മൾ 2 പോയിൻ്റ് പറയും. ഇപ്പോൾ കോളത്തിന് എന്തായാലും ഒരു 2 പോയിൻ്റ് ഉണ്ട്. ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, എൻഡിങ് പോയിന്റ് അങ്ങനെ പറയും. ആ പോയിന്റിന് ഒരു കളർ ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ട്. ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ യെല്ലോ കളർ കാണുന്നുണ്ടോ. സ്റ്റാർട്ടിംഗ് പോയിന്റിന് നമ്മൾ യെല്ലോ എന്ന് പറയും. എൻഡിങ് പോയിന്റിന് സ്റ്റാർട്ടിംഗ് പോയിന്റ് യെല്ലോ, എൻഡിങ് പോയിന്റ് മജന്ത. അങ്ങനെ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ല. ക്ലിക്ക് ചെയ്താൽ കളർ ഐഡൻറ്റിഫിക്കേഷൻ വരത്തില്ല, പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്താൽ സ്റ്റാർട്ട് പോയിന്റ് യെല്ലോ, എൻഡ് പോയിന്റ് മജന്ത.
ഇനി നമുക്ക് കോളത്തിൻ്റെ ഹൈറ്റ് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഡിസൈൻ പ്രകാരം നമ്മൾ പറഞ്ഞ അത്ര ഈ 8.3 FGL അതിൻ്റെ മേളിൽ 8.625 ആണ് അണ്ടർ സൈഡ് ഓഫ് ബേസ് പ്ലേറ്റ് കോളത്തിൻ്റെ ബോട്ടം ലെവലിൽ. അതായത് യെല്ലോ പോയിന്റ് ഇവിടെ വരണം, ടോപ്പ് വരേണ്ടത് 14.165. കോളത്തിന് മാത്രം ഒരു അഡീഷണൽ പ്രോപ്പർട്ടി ഉണ്ട്. പൊസിഷൻ്റെ താഴെ ടോപ്പും ബോട്ടവും സെറ്റ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ കൊടുക്കുക. ഇപ്പോൾ ടോപ്പ് എത്ര വരുന്നത് 14.165 മില്ലിമീറ്ററിൽ തന്നെ കൊടുക്കണം. ബോട്ടം ലെവൽ 8.625 എന്നിട്ട് മോഡിഫൈ ചെയ്യാം. ഇപ്പോൾ കോളം കറക്റ്റ് വന്ന് കിടക്കുന്നുണ്ടോ ആ ലെവലിൽ? സപ്പോസ് ഇപ്പോൾ ഡിസൈൻ പ്രകാരം ഈ ലെവലിൽ നിന്നൊരു 200 mm മൂവ് ചെയ്തിട്ടാണ് ഒന്ന് സ്ട്രെച്ച് ചെയ്താണ് കോളം ഇരിക്കുന്നതെങ്കിൽ നമുക്കത് ഒരു ടൂൾ ഞാൻ പരിചയപ്പെടുത്തുവാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഈ പോയിന്റ് പിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ സ്നാപ്പിംഗ് ഡയമെൻഷൻ വരും 100, 150, 200. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ 14.165 മാറിക്കും. ഞാൻ ഇപ്പോൾ റിലീസ് ചെയ്യുവാണ്, 14.365. അത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയിക്കോളും. നമുക്കിത് ഡയറക്റ്റ് മോഡിഫിക്കേഷൻ എന്ന് പറയും. നമുക്ക് ഏത് ഡയറക്ഷനിലോട്ട് വേണമെങ്കിലും കൊണ്ടുവന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് എന്തായാലും ഡിസൈൻ പ്രകാരം 14.165 വരെയാണ് കോളം ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ കോളം ടോപ്പ് വ്യൂവിൽ നമുക്ക് പോയി നോക്കാം. 3D വ്യൂ എടുത്തു കോളം. നമ്മൾ മെമ്പർ പ്ലേസ്മെൻറ്റ് ചെയ്യുമ്പോൾ ടെക്ലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മെമ്പർ പ്ലേസ്മെൻറ്റ് കോളം ബീം ഏത് മെമ്പർ പ്ലേസ് ചെയ്താലും വർക്കിംഗ് പോയിൻ്റ് എന്ന് പറയും. അതായത് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പോയിൻ്റാണ്. ആ പോയിൻ്റ് നമ്മൾ ഡിസൈൻ ഡ്രോയിങ്ങിൽ എവിടെയാണോ മെൻഷൻ ചെയ്തത് അതേപോലെ ടെക്ലയിൽ സെറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ഡിസൈൻ പ്രകാരം സ്ട്രക്ചർ ഫെയിലായി പോകും. നമ്മളത് പ്രകാരമല്ല കൊടുത്തതെങ്കിൽ. അത് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? ഇപ്പോൾ കോളം ഇവിടെ നോക്കിയാൽ ഈ കോളത്തിൻ്റെ സെൻറ്റർ ഈ ഗ്രിഡ് ലൈനിൻ്റെ ഇൻ്റർസെക്ഷൻ പോയിൻ്റിലാണ് കോളത്തിൻ്റെ മിഡിൽ കിടക്കുന്നത് അല്ലേ? നമ്മളുടെ ടെക്ലയിലും നമ്മൾ നോക്കിയാൽ സെലക്ട് ചെയ്യുമ്പോൾ ആ പോയിന്റ് കിടക്കുന്നുണ്ട്. ഇതാണ് വർക്കിംഗ് പോയിന്റ് നമ്മൾ പറഞ്ഞായിരുന്നു. ആ വർക്കിംഗ് പോയിന്റ് ഇപ്പോൾ കോളത്തിൻ്റെ മിഡിൽ കിടക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? പൊസിഷനിൽ ആദ്യത്തെ ഓപ്ഷൻ മിഡിൽ കിടക്കുന്നുണ്ട്. അത് ഡൗൺ എന്ന് പറഞ്ഞ് ഞെക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ താഴോട്ട് പോയേനെ. നേരത്തെ നമ്മളത് ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ മിഡിൽ, അപ്പോൾ കറക്റ്റാണ്. ഡിസൈൻ പ്രകാരം ടോപ്പ് രണ്ട് ഡയറക്ഷൻ നോക്കണം, ടോപ്പിൽ നിന്നും സൈഡിൽ നിന്നും. ഇപ്പോൾ ടോപ്പിൽ നിന്ന് നോക്കുന്നത് കറക്റ്റ് മിഡിൽ കിടക്കുന്നു. ഇനി സൈഡിൽ നിന്ന് നോക്കുന്നത് ഈ കോളത്തിൻ്റെ എലിവേഷൻ നമുക്ക് എടുക്കാം. ഗ്രിഡ് 1ഓ 2ഓ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇപ്പോൾ 2 ആയാലും നമുക്ക് എടുക്കാം. അവിടെ നോക്കിയാൽ ഇതാണ് ഗ്രിഡ് ലൈൻ. ഈ ഗ്രിഡ് ലൈനിൻ്റെ മിഡിൽ ഇത് കണ്ടോ, കോളത്തിൻ്റെ മിഡിലാണ് ഗ്രിഡ് ലൈനിൽ ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വർക്കിംഗ് പോയിൻറ്റ് മിഡിലൂടെ വേണം പാസ് ചെയ്യാനായിട്ട്. അപ്പോൾ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കോളത്തിൻ്റെ എലിവേഷൻ സൈഡ് വ്യൂവിൽ നോക്കിയാലും മിഡിലൂടെ വേണം പോകാൻ. അപ്പോൾ നമുക്ക് ടെക്ലയിലും എലിവേഷൻ എടുത്ത് ചെക്ക് ചെയ്യാം. ഇവിടെ നിന്ന് ഗ്രിഡ് 1 എടുത്ത് നോക്കിയാൽ സെലക്ട് ചെയ്ത് നോക്കിയാൽ കോളത്തിൻ്റെ ഇതുണ്ടോ മിഡിലൂടെയാണ് വർക്കിംഗ് പോയിന്റ് ലൈൻ ഇപ്പോൾ പാസ് ചെയ്യുന്നത്. ഇതുണ്ടോ സെലക്ട് ചെയ്യുമ്പോൾ കാണുന്നുണ്ടോ പോയിന്റ് ആ ഗ്രിഡിൽ തന്നെ വരുന്നത്. അതായത് മൂന്നാമത്തെ ഓപ്ഷനാണ് വരുന്നത് മിഡിൽ കിടക്കുന്നതുകൊണ്ട്. അത് ഞാൻ ലെഫ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്ത് മോഡിഫൈ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ കോളം ലെഫ്റ്റിലോട്ട് പോയതുണ്ടോ. പക്ഷേ നമുക്ക് ഡിസൈൻ പ്രകാരം മിഡിലാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ കോളം എന്തായാലും ഇത് വർക്കിംഗ് പോയിന്റ് കറക്റ്റാണ്. ടോപ്പ് വ്യൂവും സൈഡ് വ്യൂ നോക്കുന്നത് എല്ലാം കറക്റ്റാണ്. ഇനി ഡിസൈനിൽ എങ്ങനെയാണ് കൊടുത്തേക്കുന്നത്? പ്ലാൻ വ്യൂവിൽ നമ്മൾ ഒരു കോളമാണ് പ്ലേസ് ചെയ്തത്. ഇവിടെ ബാക്കി കോളംസ് 3 കൂടിയുണ്ട്. അതിൻ്റെ റൊട്ടേഷനും കറക്റ്റാണ്. പ്രൊഫൈൽ ഇവിടെ ടിപ്പിക്കൽ എന്ന് കൊടുത്തിട്ടുണ്ട് 152 തന്നെയാണ്. അപ്പോൾ നമുക്ക് ടെക്ലയിൽ കോപ്പി ചെയ്ത് ബാക്കി പ്ലേസ് ചെയ്യാം. അപ്പോൾ 3D വ്യൂവിലോട്ട് പോയി കോളം സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, കോപ്പി. എപ്പോഴും ബോട്ടം ലെഫ്റ്റ് നോക്കാൻ പറഞ്ഞു. ബോട്ടം ലെഫ്റ്റിൽ എന്താ പറയുന്നത്? പിക്ക് ഒറിജിൻ ഫോർ കോപ്പിങ്. അപ്പോൾ ഇവിടെ ഒറിജിനായിട്ട് ഇവിടെ പിക്ക് ചെയ്തു. പിന്നെ പറയുന്നത് എന്താണ്? പിക്ക് ഡെസ്റ്റിനേഷൻ പോയിൻറ്റ്. അപ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ പോയിൻറ്റ്സ് ഉണ്ട്, നമുക്ക് മൾട്ടിപ്പിൾ കോപ്പി ചെയ്യാം. ഇവിടെ പിക്ക് ചെയ്തു, ഇവിടെ പിക്ക് ചെയ്തു, ഇവിടെ പിക്ക് ചെയ്തു. ഇനി 3D വ്യൂ 3D ആയിട്ട് വേണം കാണാനായിട്ട്. Ctrl+P ഞെക്കിയാൽ ബാക്ക് ടു 3D ആയിട്ട് വരും, 3D വ്യൂ ആയിട്ട്. ഇപ്പോൾ ഇനി ഈ വ്യൂവിലിട്ട് വേണം. ഇനി ബാക്കിയെല്ലാം ബീമും എല്ലാം നമ്മൾ അതാത് വ്യൂ പ്ലാനോ എലിവേഷനോ എന്താണെന്ന് വെച്ചാൽ ഓപ്പൺ ചെയ്തിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. 3D വ്യൂ അത് പ്ലേസ് ചെയ്തിട്ട് 3Dയിൽ വന്ന് നോക്കും എല്ലാം ഓക്കെയാണ്, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ക്ലാഷസ് ഉണ്ടോ, അതൊക്കെ നമുക്ക് 3Dയിൽ നമുക്ക് സൈറ്റ് കണ്ടീഷൻ പോലെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. നമുക്കൊരു വ്യൂ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വ്യൂ ആണ്, അല്ലാണ്ട് മെമ്പർ റൊട്ടേഷൻ അല്ല. മെമ്പർ റൊട്ടേഷൻ നമ്മൾ പറഞ്ഞു ഇവിടെ പൊസിഷനിൽ പ്രോപ്പർട്ടിയിൽ പൊസിഷനിൽ റൊട്ടേഷനിൽ ചേഞ്ച് ചെയ്യുക. ഈ വ്യൂ മൊത്തത്തിൽ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എവിടെയാണോ റൊട്ടേഷൻ ചെയ്യേണ്ടത് അവിടെ കഴ്സർ കൊണ്ടുവന്ന് വെക്കാം. കൺട്രോൾ പ്രസ് ചെയ്ത് പിടിക്കാം. മൗസിൻ്റെ മിഡിൽ ബട്ടണും പ്രസ് ചെയ്ത് മൗസ് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ആ മജന്ത സെൻറ്റർ ഓഫ് ആക്സിസ് വരും. ഇപ്പോൾ റൊട്ടേഷൻ വരുന്നുണ്ട്. ഇത് ഓട്ടോമാറ്റിക് റൊട്ടേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സെറ്റിങ്സിൽ ഓൺ ചെയ്തിടുമ്പോഴാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ എവിടെയാണ് റൊട്ടേഷൻ ചെയ്യേണ്ടത് അവിടെ കഴ്സർ വെക്കാം, കൺട്രോൾ പ്രസ് ചെയ്ത് പിടിക്കാം, മൗസിൻ്റെ മിഡിൽ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് മൗസ് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ മൗസ് ഡ്രാഗ് ചെയ്യുന്നതിനനുസരിച്ച് ആ വ്യൂ റൊട്ടേറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ കോളം പ്ലേസ് ചെയ്യുന്ന മെത്തേഡ് ഇപ്പോൾ ഒരു പ്രൊജക്റ്റിൽ നമ്മളൊരു ലൈവ് പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ കോളം പ്ലേസ് ചെയ്യുന്നത്. ഡ്രോയിങ്സ് ഡിഫറൻറ്റ് ആവുന്നുള്ളൂ. നിങ്ങൾ ചിലപ്പോൾ ആർക്കിടെക്ചറൽ ഡ്രോയിങ്സ് ഒക്കെ റെഫർ ചെയ്യേണ്ടി വരും. ഡയമെൻഷൻസ് ഒക്കെ എവിടെയാണ് കിടക്കുന്നത്, കോളത്തിൻ്റെ പൊസിഷൻ മാറി നിൽക്കുന്നുണ്ടോ, കോളത്തിൻ്റെ ഹൈറ്റ് എവിടെയാണെന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ പല ഡ്രോയിങ്സ് റെഫർ ചെയ്യണം. പക്ഷേ ബേസിക്കായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രോപ്പർട്ടീസിൽ കുറേ കാര്യങ്ങളുണ്ട്, വർക്കിംഗ് പോയിൻ്റ് കാര്യങ്ങളുണ്ട്. അതൊക്കെ ബേസിക് ആയിട്ട് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഹോപ്പ്
യു ഓൾ അണ്ടർസ്റ്റാൻഡ് ദിസ് സെഷൻ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. സോ താങ്ക് യു ഓൾ.